സർ, നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ആദ്യത്തെ വുമൺ IPS ഓഫീസറാണ് ശ്രീലേഖ. ഇന്ന് അതേ ശ്രീലേഖ തന്നെ അവർ വർക്ക് ചെയ്തിട്ടുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ നോക്കി പോടാ പുല്ലേ പോലീസേ എന്നുള്ള മുദ്രാവാക്യം വിളിക്കുന്നു. സത്യത്തിൽ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? അല്ല, നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോലീസ് ഓഫീസറായിട്ട് അഭിനയിച്ചിട്ടുള്ള സുരേഷ് ഗോപിയാന്ന് എനിക്ക് തോന്നുന്നു. അതെ, സിനിമയില് എന്റെ ഫബുല്ലെ എന്നൊക്കെ പറയുന്ന അല്ല, ആ ഇദ്ദേഹം രാഷ്ട്രീയ നേതാവായി നമ്മളത് കണ്ടു. രാഷ്ട്രീയ നേതാവായപ്പോഴും ഇടയ്ക്ക് അദ്ദേഹം ഒരു പോലീസ് ഓഫീസറായി വരും. അങ്ങനെ ഒരു രൂപമാറ്റം നമ്മൾ അദ്ദേഹത്തിന് ചില ആക്ഷനിലൊക്കെ കാണായിരുന്നു. അതിനാണ് അദ്ദേഹത്തിന് വല്ലാതെ വെറുപ്പുണ്ടായത് അദ്ദേഹത്തിനെതിരെ. കാരണം സിനിമയിൽ പോലീസ് ആവുന്നത് പോലെയല്ല, പക്ഷെ ജീവിതത്തിൽ പോലീസായ ആളാണ് ശ്രീലേഖ. എന്നിട്ട് പിന്നെ രാഷ്ട്രീയത്തിലേക്ക് വരിക. പക്ഷേ ശ്രീലേഖയെ സംബന്ധിച്ചിടത്തോളം അവര് യഥാർത്ഥത്തിൽ വളരെ വലിയ വിജയസാധ്യത ഉണ്ടായിരുന്ന ഒരു സീറ്റിൽ മത്സരിച്ചത് അവർ വോട്ടിന്റെ എണ്ണത്തിൽ. ഞാൻ മനസ്സിലാക്കുന്ന ഒരു 3-ാം സ്ഥാനത്ത് പോയാലും എനിക്കൊരു അത്ഭുതമില്ല എന്നുള്ളതാണ്. 1-2 ആര് വരും നമുക്ക് തർക്കിക്കാം. ആ സീറ്റ് നഷ്ടപ്പെടുന്ന ഉറപ്പാണ്. അതിന് കാരണം ഇവരുടെ ഈ നിലപാടുകളാണ്. അവർ IPS ഓഫീസറായിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ IPS ഓഫീസർ പോലെ ഞാൻ വലിയ ആളാണ്, ഞാൻ IPS കിട്ടിയതാണ്, ഇവിടെ DGP വരെ ആയ ആളാണ്, അതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ എൻ്റെ സിൽബന്തികളായി നിൽക്കണം, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേട്ട് നിൽക്കണം എന്നർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കാൻ പറ്റില്ല. സുരേഷ് ഗോപിക്ക് പറ്റി എൻ്റെ വേറൊരു രൂപമൊക്കെ സംഭവിക്കണം. യഥാർത്ഥത്തിൽ അതിൻ്റെ ദോഷം എന്ത് പറ്റി? അവരിൽ നിന്ന് ആളുകൾ വല്ലാതെ അകന്നുപോയി. ജനങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അവരൊരു രീതിയില്ല. ഇതിലുള്ള ഒരു കഴിവുകൊണ്ട് ഇവർക്ക് ആളുകൾ പോയി വോട്ട് ചെയ്യണമെന്ന് അവർ വിചാരിച്ചത്, അല്ലാതെ ഇവർ ജനങ്ങളുമായിട്ടുള്ള ബന്ധം കൊണ്ട് വോട്ട് ചെയ്യണമെന്നല്ല. കേവലം ഈ സ്ഥാനത്തിരുന്നുകൊണ്ട് മാത്രം ഇവരെ കെട്ടിയിറക്കിയത് അതാണ്. അതുകൊണ്ട് മാത്രമല്ലേ, അല്ലാണ്ട് അവർക്ക് എന്ത് രാഷ്ട്രീയമുണ്ട്? ഒരു പശ്ചാത്തലം ഇല്ല, രാഷ്ട്രീയമില്ല, അവരെന്തെങ്കിലും രാഷ്ട്രീയം സംസാരിച്ചിട്ടുമില്ല, പക്ഷെ ഒരു സംഘടനയിൽ പ്രവർത്തിച്ചിട്ടുമില്ല.